അധ്യായം 249. അവിടമാകെ ഇരുട്ടിൽ മുങ്ങിയതുകൊണ്ട് തന്നെ ലാവണ്യ പറയുന്നത് ആരും പേടിക്കൊന്നും വേണ്ട, ഇതൊരു സർപ്രൈസിന്റെ ഭാഗമാണെന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് അവിടെ നിൽക്കുന്ന ഒരാൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ മറ്റൊരാൾക്ക് സർപ്രൈസ് നൽകേണ്ടത്? ആ പാർട്ടിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പ്രശസ്തരായിരുന്നു. അവരെയാണ് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഭ്രാന്തിയിലാക്കിയത്. അങ്ങനെയെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിനു മുൻപേ തന്നെ ഒരു സൂചന തരാമായിരുന്നല്ലോ എന്നാണ് അവരുടെയൊക്കെ പക്ഷം. അവരെന്നും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും ഇതൊരിക്കലും ലാവണ്യ ചെയ്തതല്ല എന്ന കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലായി. ഇത് മിക്കവാറും സിദ്ധാർത്ഥിന്റെ പരിപാടിയായിരിക്കും. ഇങ്ങനൊരു ബുദ്ധി അവന്റെ മനസ്സിൽ മാത്രമേ ഉദിക്കുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോറി ജുവാൾ, ഇതെല്ലാം സിദ്ധുവിന്റെ പ്ലാനായിരുന്നു. ഇതൊക്കെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ എനിക്കും അറിയാമായിരുന്നുള്ളൂ. ലാവണ്യ വളരെ വിനീതമായിട്ട് പറഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിൽ നല്ല അമർഷവും അതുപോലെ തന്നെ ദേഷ്യവും ഉണ്ടായിരുന്നു. അവിടെയുള്ളവരും ഇതൊരു തമാശയായിട്ട് കണക്കിലെടുത്ത് അവിടെയുള്ള അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ടു. സ്വാഭാവികമായും ലാവണ്യ പറഞ്ഞതെല്ലാം സിദ്ധാർത്ഥും കേട്ടിരുന്നു. അവന്റെ മുഖമാകെ ഇരുണ്ടു. ഏതു നിമിഷവും ഹാളിൽ വെളിച്ചം വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു. പക്ഷേ തന്റെ തൊട്ടരികിൽ നിൽക്കുന്ന നീലിമയെ ഓർത്തുകൊണ്ടതിന് അവനാകെ ആശങ്ക തോന്നി. ഇപ്പോഴും അവളുടെ മനസ്സിലിരിപ്പ് അവന് വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും നീലിമയുടെ അരയിലൂടെ കൈ ചുറ്റി അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒപ്പം വീണ്ടും അവൻ അവളുടെ ചുണ്ടുകൾ തേടിയിറങ്ങി. നീലിമയ്ക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ഒരു ചുംബനത്തിലൂടെ അവൾ അവനെ സ്വന്തമാക്കിയിരുന്നു. ദീർഘവും അതിലോലവുമായിട്ടുള്ളൊരു ചുംബനമായിരുന്നു അത്. വേദന കൊണ്ട് അവന്റെ നെഞ്ചിൽ തല്ലിയും തള്ളിയും അവൾ പ്രതികരിച്ചു. പക്ഷെ അവൻ അവളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് പോലെ മൊത്തത്തിൽ അവളെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇത്രയും നിസ്സഹായായിട്ട് അവൾ ഇതുവരെ മുൻപ് നിന്നിട്ടില്ല എന്ന കാര്യം അവൾക്ക് തോന്നി. സിദ്ധു എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മറ്റുള്ളവർ കണ്ട എന്തൊക്കെ അവർ പറയുമെന്ന ചിന്ത പോലും നിനക്കില്ലേ? അവൾ അങ്ങനെ സ്വയം ചോദിക്കുന്ന സമയത്തിന് നീലിമയുടെ നിസ്സഹായതയും അവളുടെ വിഷമവും അവനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. എങ്കിൽ പോലും അവളിൽ നിന്ന് പിന്മാറാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. മനസ്സ് വേദനിച്ചിട്ടും അവൻ അവളെ ഗാഢമായിട്ട് ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ശ്വാസം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത് പോലെ അവന് തോന്നി. അപ്പോൾ മാത്രം അവളുടെ അതരങ്ങളെ കുറച്ചു നേരത്തേക്ക് മാത്രം അവൻ വെറുതെ വിട്ടു. നീലിമയുടെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തവൻ കൊതിച്ചു. വീണ്ടും അവളുടെ ചുണ്ടോട് ചുണ്ടൊരുമി നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ കൊതിച്ചു. അപ്പോഴേക്കും നീലിമ സർവ്വശക്തിയും എടുത്തിട്ട് അവനെ അങ്ങ് തള്ളി മാറ്റി. ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ പെട്ടെന്ന് നിലത്തേക്കടിച്ച് വീണിരുന്നു. നീലിമ ഒന്ന് ഞെട്ടിപ്പോയി. പാവം, സിദ്ധാർത്ഥന് വേദനിച്ച് കാണില്ലേ എന്നവൾ ഭയപ്പെട്ടു. എങ്കിലും അവളുടെ ഹൃദയത്തെ കല്ലാക്കി വെച്ചുകൊണ്ട് തന്നെ പെരുമാറാൻ അവൾ തീരുമാനിച്ചിരുന്നു. ഇരുട്ടിലും അവിശ്വസനീയതയോടെ തന്നെ സിദ്ധാർത്ഥ അവളെ നോക്കി. നീ ഇപ്പൊ എന്താ ചെയ്തത് നീലിമ? വെറുതെ നീ ആയിട്ടെന്റെ കൺട്രോൾ കളയരുത്. അവളുടെ പ്രവൃത്തിയിൽ അവന് ദേഷ്യവും വിഷമവും ഒരുപോലെ തന്നെ തോന്നി. അതിനിടയിൽ നിലത്തു നിന്ന് എഴുന്നേറ്റതിനു ശേഷം വീണ്ടും അവളെ അടക്കിപ്പിടിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അവളുടെ വലം കൈ അവന്റെ കവളിൽ പതിഞ്ഞിരുന്നു. നേരത്തെ സിദ്ധാർത്ഥ വീണ ആ ഒരച്ച കേൾക്കുന്ന സമയത്തിന് ആരോ തട്ടിത്തടഞ്ഞ് വീണതുപോലെന്ന് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം തോന്നിയത്. പക്ഷെ പിന്നീട് നീലിമ സിദ്ധാർത്ഥിനെ അടിച്ച ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടതിന് എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് നോക്കി. ആരോ ആരെയോ അടിച്ചു എന്ന കാര്യം മാത്രം എല്ലാവർക്കും മനസ്സിലായി. പതിയെ ആ ഹാളിൽ ആൾക്കാരുടെ പതിഞ്ഞ സംസാരം കേട്ടു തുടങ്ങിയിരുന്നു. ആരാ തല്ലിയത്? ശരിക്കും അടിക്കുന്ന ശബ്ദം തന്നെയല്ലേ കേട്ടത്? ഇനി ഇരുട്ടത്ത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതിപ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കുന്നോ? ആൾക്കാരുടെ സംശയങ്ങൾ ആ ഇരുട്ടത്ത് അങ്ങനെ നീണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടും അടി കിട്ടിയ കവളിൽ കൈ ചേർത്തുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ അവിടെ നിശബ്ദനായിട്ട് നിന്നു. നീലിമ ഇങ്ങനെ ചെയ്യുമെന്നത് അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നീലിമ അവന് സഹിക്കാൻ കഴിയാത്ത അത്രമാത്രം സങ്കടത്തോടു കൂടി തന്നെ അവളെ വിളിച്ചു. മേലാൽ ഇനി എന്റെ ശരീരത്തിൽ തൊട്ടു പോവരുത് എന്ന് അവൻ ചുംബിച്ച ചുണ്ടുകൾ തുടച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. അവൻ ആ സമയത്ത് ഒരു വാക്കുപോലും മറുപടിയായിട്ട് നൽകാൻ കഴിഞ്ഞില്ല. അവൻ അറിയാവുന്ന നീലിമ ഒരിക്കലും ഇങ്ങനെയുള്ളവളായിരുന്നില്ല. അവന് അവൾ എവിടെയോ കൈമോശം വന്നിരിക്കുന്നു. ആ നിമിഷം തന്റെ ശരീരം മുഴുവനായിട്ട് പുകഞ്ഞു കത്തുന്നതുപോലെ സിദ്ധാർത്ഥിന് തോന്നി. അവനാകെ തളർന്നുപോയി. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. എല്ലാ ബന്ധവും ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും എനിക്കും എന്റെ മോനും ജീവിക്കണമെന്ന് അവൾ വാശിയോടെ പറഞ്ഞു. നീലിമയുടെ ആ വാക്കുകൾ തന്റെ കഴുത്തിൽ കൊലക്കയറി ചുറ്റി വരയുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥിന് തോന്നി. നീ എന്താ പറഞ്ഞതെങ്ങനെ വിളർച്ചയോടുകൂടി തന്നെ സിദ്ധാർത്ഥ ചോദിച്ചു. നമ്മൾ തമ്മിൽ ഒരു ബന്ധുവില്ലെന്ന്, ഇനി ഒരിക്കലും പഴയതുപോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന്. നീലിമയുടെ വാക്കുകളിൽ പുച്ഛവും പരിഹാസവും നിറഞ്ഞു നിൽക്കുന്നത് പോലെ സിദ്ധാർത്ഥിന് തോന്നി. നിന്നെ ലാവണ്യ കല്യാണം കഴിക്കാൻ പോവില്ലേ? പിന്നെ നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത്? നീ അവളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ ക്രൂരമായ വാക്കുകൾ കൊണ്ട് തന്നെ നീലിമ സിദ്ധാർത്ഥിനെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളേറെ സ്വയം അവൾ നീറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി നീലിമ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും സിദ്ധാർത്ഥ അവളെ ഒഴിവാക്കില്ല എന്ന് സിദ്ധാർത്ഥ തീരുമാനിച്ചതാണ്. എന്ന് കരുതി എല്ലായ്പ്പോഴും അവൾക്ക് മുന്നിൽ ശാന്തനായിട്ട് നിൽക്കുമെന്നൊന്നും അതിനർത്ഥമില്ല. അവന് ശരിക്കും നീലിമയുടെ ഈ ഒരു പ്രവൃത്തിയിൽ ദേഷ്യം വന്നു. സിദ്ധാർത്ഥ് ഉടനെ തന്നെ നീലിമയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി. അപ്പോഴേക്കും ആ ഹാളിൽ മുഴുവനായിട്ട് ലൈറ്റ് പകർന്നിരുന്നു.
നീലിമ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ കൂടെ ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ ലാവണ്യയുടെ കണ്ണുകൾ സിദ്ധാർത്ഥിനെ തേടി അലഞ്ഞു. സിദ്ധാർത്ഥാണെങ്കിൽ ഇരുട്ടിൽ തൊട്ടും തലോടിക്കൊണ്ട് തന്നെ നീലിമയെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ആ വെളിച്ചം വന്നപ്പോഴേക്കും അവൾ അപ്രത്യക്ഷയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലും അവൻ അവളെ തന്നെ തിരഞ്ഞു. വാതിനിടയിൽ ഒരു മിന്നായം പോലെ വീണ്ടും അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നീലിമയെ അവൻ കണ്ടു. അതിൽ നിന്ന് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിരുന്നു. നെഞ്ചിൽ ചുറ്റിക കൊണ്ടൊരു പ്രഹരമേറ്റതുപോലെ അവന്റെ നെഞ്ചു വല്ലാതെ വേദനിച്ചു. ആ സമയത്ത് സിദ്ധാർത്ഥിന് അവന്റെ സമനില നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും തന്നെ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പല്ല് കടിച്ചു സ്വയം ദേഷ്യം നിയന്ത്രിച്ചു. നീലിമ, നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവന്റെ ചുണ്ടുകൾ പതിയെ അനങ്ങി. ഇതേ സമയം ലാവണ്യം സിദ്ധാർത്ഥിനരികിൽ നിന്ന് പോവാൻ നിൽക്കുന്ന നീലിമയെ വ്യക്തമായിട്ട് കണ്ടിരുന്നു. അവൾ വെപ്രാളത്തോടു കൂടി തന്നെ ഓടിയിട്ട് സിദ്ധാർത്ഥിനരികിലേക്ക് എത്തി. പിന്നെ വേഗം തിടുക്കത്തിൽ അവന്റെ കൈയങ്ങ് പിടിച്ചു. അവളുടെ പിന്നാലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അനുവദിക്കാത്തതിന്റെ ലക്ഷ്യവും അതിന്റെ പിന്നിലുണ്ടായിരുന്നു. സിദ്ധു, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ലാവണ്യ ചോദിക്കുന്ന സമയത്ത് പോലും ലാവണ്യയുടെ കണ്ണുകൾ നേരെ നീലിമയുടെ വീർത്ത ചുണ്ടിലേക്ക് തന്നെ നോക്കി നിന്നു. ആ ഇരുട്ടത്ത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാവണ്യക്ക് അതിൽ നിന്നും വ്യക്തമായിരുന്നു. അതെല്ലാം കണ്ടിട്ട് പോലും ലാവണ്യ ഒരിക്കലും ആ കാഴ്ച കണ്ടില്ലെന്ന് നടിച്ചു. എന്നിട്ട് സിദ്ധാർത്ഥിനെ നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന്റെ നോട്ടം ഒരു അണുവിണ വിടാതെ നേരെ നീലിമയിലേക്ക് തന്നെയായിരുന്നു. ആ കാഴ്ച ശരിക്കും ലാവണ്യെ വല്ലാതങ്ങ് ഭ്രാന്ത് പിടിപ്പിച്ചു. പിന്നെ നീലിമയോടുള്ള പക അവൾക്ക് ഇരട്ടിയായി. സിദ്ധാർത്ഥിന്റെ മുഖം തന്നിലേക്ക് തന്നെ തിരിച്ചു വെച്ച് നീ ഇനി മുതൽ എന്നെ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയാൻ ലാവണ്യക്ക് ആഗ്രഹം തോന്നി. ഇനി നീലിമയെ വെറുതെ വിടരുതെന്ന് അവൾ ഉറപ്പിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ അവൾ ആഗ്രഹിച്ചു. ഉടനെ ലാവണ്യയുടെ കണ്ണുകൾ ഒരു സൂചന പോലെ അവളുടെ ബോഡി ഗാർഡ്സിലേക്ക് നീങ്ങി. അപ്പോൾ തന്നെ പെട്ടെന്ന് അവർ നീലിമയെ ചെന്ന് തടഞ്ഞു. അങ്ങനെ ഒരു പ്രതികരണം ലാവണ്യയുടെ ഭാഗത്ത് നീലിമ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ആശങ്കയോടെ തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് ലാവണ്യ അവളെ തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്നതെല്ലാം തന്നെ നീലിമ കണ്ടു. അരികിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്ത് നിർവികാരത മാത്രമായിരുന്നു. കൂട്ടത്തിൽ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നോട്ടം നീലിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ലാവണ്യയുടെയോ സിദ്ധാർത്ഥിന്റെയോ ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേഷനല്ല ഏതെങ്കിലും കുട്ടിയായിരിക്കും നീലിമ എന്ന് അവരുടെ എല്ലാവരും കരുതി. ലളിതമായിട്ടുള്ള അവളുടെ വസ്ത്രധാരണവും അതുപോലെ അനുകമ്പയോടുള്ള മുഖവും എല്ലാവരും അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നീലിമയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായ കണ്ണുകളോടുകൂടി തന്നെ അവൾ എല്ലാവരെയും നോക്കി. നീലിമ, നീ എന്താ ഇവിടെ? നീ എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്തതെന്നിങ്ങനെ ലാവണ്യ ചോദിക്കുന്ന സമയത്തിന് ചുറ്റുമുള്ള എല്ലാവരും നിന്ന് ഞെട്ടി. ഈ പെൺകുട്ടിയാണ് പവർ കട്ട് ചെയ്തത്. പക്ഷേ എന്താവശ്യത്തിന്? ഈ ചോദ്യം എല്ലാവരുടെയും മുന്നിലങ്ങ് മുഴങ്ങി. അപ്പോഴേക്കും ലാവണ്യയുടെ ചോദ്യം കേട്ടിട്ട് പരവേശത്തോടു കൂടി തന്നെ ചുറ്റും നോക്കുന്ന നീലിമയുടെ മുഖം കണ്ടിട്ട് ലാവണ്യക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് നീലിമയെ അപമാനിക്കുക എന്ന് മാത്രമായിരുന്നു ലാവണ്യയുടെ പ്ലാന്. സിദ്ധാർത്ഥിന് അവളുടെ മേലുള്ള സ്നേഹം തന്നെയായിരുന്നു അതിനെല്ലാം കാരണം. ലാവണ്യ പറയുന്നുണ്ട്, നീലിമ, ഇതെന്റെയും സിദ്ധുവിന്റെയും എൻഗേജ്മെന്റ് പാർട്ടിയാണ്. അതിൽ പങ്കെടുക്കാൻ ഞാൻ ഒരിക്കലും നിന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. പരിഹസിക്കുന്നത് പോലെയുള്ള ലാവണ്യയുടെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ നീലിമ അങ്ങ് വല്ലാതായി. അവൾക്ക് സിദ്ധുവിനോട് വല്ലാതങ്ങ് ദേഷ്യം വന്നു. നീലിമ പറയുന്നുണ്ട്, വാട്ട് യു മീൻ ലാവണ്യ? ഇതിപ്പോ നിന്റെ മാത്രം എൻഗേജ്മെന്റ് അല്ലല്ലോ. നീ എന്നെ എൻഗേജ്മെന്റിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക? നീലിമയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ലാവണ്യയുടെ മുഖമൊന്ന് വിളറി. നീലിമ തന്നോട് ഇത്തരത്തിൽ സംസാരിക്കുമെന്ന് ലാവണ്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ലാവണ്യ ദേഷ്യപ്പെട്ട് നീലിമ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട്, പ്ലീസ് നീലിമ, നീ വെറുതെ എക്സ്ക്യൂസ് ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നെ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നിന്റെ ഒരു ഹോബിയാണെന്നൊക്കെ എനിക്കറിയാം. ഞാനാണ് സിദ്ധുവിന്റെ ഫിയാൻസി എന്ന കാര്യം നീ ഒന്ന് മനസ്സിലാക്ക്. ലാവണ്യയുടെ സ്വരം ഒന്ന് വിറച്ചു. ഉള്ളിൽ ദേഷ്യവും അസൂയയും കൊണ്ട് തന്നെ അവളുടെ ദേഹമാകെ വിറച്ചു. പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ വെറും ഒരു നിസ്സഹായെ പോലെ അവൾ അഭിനയിച്ചു. ഒപ്പം സിദ്ധാർത്ഥിന്റെ കൈകളിൽ അവൾ മൃദുവായിട്ട് പിടിച്ചു. ഇന്ന് ഞങ്ങളുടെ വിവാഹ നിശ്ചയമാണ് നീലിമ. അതുകൊണ്ട് ഇന്നെങ്കിലും നീ എല്ലാതും അവസാനിപ്പിക്ക്. വെറുതെ ആളുകളെ കൊണ്ട് വേണ്ടാത്തതൊന്നും പറയിപ്പിക്കണ്ട. നിനക്ക് തന്നെയാണ് പിന്നെ അതിന്റെ നാണക്കേട്. ലാവണ്യയുടെ സമാധാനപരമായ ഇടപെടൽ കണ്ടുകൊടുത്തിന് അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവർക്കെല്ലാം അവളോട് ആദരവ് തോന്നി. ലാവണ്യയുടെ സമാധാനപരമായിട്ട് ഇടപെടൽ കണ്ടുകൊണ്ടതിന് അവളെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അവളോട് വല്ലാത്ത ആദരവ് തോന്നി. ലാവണ്യ വേണ്ട രീതിയിൽ തന്നെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു. സിദ്ധാർത്ഥിന്റെ ഭാര്യയാവാനുള്ള ഏറ്റവും യോഗ്യത ഇവൾ തന്നെയെന്ന് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു. ആ സമയത്ത് തന്നെ സിദ്ധാർത്ഥ് വളരെയധികം ദയനീയമായിട്ട് തന്നെ നീലിമയെ നോക്കി. എന്നിട്ട് അവൻ തന്റെ കൈകൾ പിടിച്ചിരുന്ന ലാവണ്യയുടെ കൈയങ്ങ് തട്ടിമാറ്റി. അതുവരെ നിർവികാരമായിട്ട് നീലിമ നിന്നിരുന്നെങ്കിൽ പോലും സിദ്ധാർത്ഥിന്റെ ആ നോട്ടത്തിൽ അവളൊന്ന് പതറി. അവളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥ് മറ്റാരെയും ശ്രദ്ധിച്ചിരുന്നില്ല. തൊട്ടരികത്ത് നിൽക്കുന്ന ലാവണ്യെ പോലും അവൻ തിരിഞ്ഞു നോക്കില്ല. രണ്ടടി മുന്നോട്ട് വെച്ചതിന് ശേഷം നീലിമയെ തന്റെ നെഞ്ചോടങ്ങ് ചേർത്ത് പിടിച്ചു. ഒപ്പം മുഖം താഴ്ത്തി എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ നീലിമയെ അങ്ങ് ചുംബിച്ചു. ആളുകളെല്ലാം ഈ കാഴ്ച കണ്ട് നിശബ്ദനായിട്ട് പെട്ടെന്ന് ഞെട്ടലോടെ തന്നെ നിന്നു. ലാവണ്യയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. സിദ്ധാർത്ഥ് ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല.
ആദ്യം വിഷമം കൊണ്ടും പിന്നീട് ദേഷ്യം കൊണ്ടും അവളുടെ മുഖം ചുവന്നു. നീലിമയിൽ നിന്നും സിദ്ധാർത്ഥിനെ അടർത്തി മാറ്റാൻ അവൾ ആഗ്രഹിച്ചു. അവൻ അവളുടേത് മാത്രമാണെന്ന് വിളിച്ചു പറയാൻ അവൾ കൊതിച്ചു. പക്ഷേ അവിടെ നിന്ന് ഒരടി പോലും അനങ്ങാൻ അവൾക്ക് സാധിച്ചില്ല. ലാവണ്യ തീർത്തും അങ്ങ് തളർന്നു പോയിരുന്നു. കുറച്ചു നാളത്തേക്ക് താൻ പടുത്തുയർത്തിയ സ്വപ്നങ്ങളെല്ലാം തന്നെ ചീറ്റക്കൊട്ടാരം പോലെ തകർന്നു അടിഞ്ഞിരിക്കുന്നു. അത്രയും ആൾക്കാരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ നിൽക്കുന്നത് അത്രയധികം വേദനാജനകമായിരുന്നു അവൾക്ക്. എന്നാലും സിദ്ധു, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. ആൾക്കാരുടെ പലപ്പോഴുമുള്ള നോട്ടവും തന്നിലേക്ക് നേരെ ഇങ്ങനെ തുറച്ചു വരുന്നതും കണ്ടുകൊണ്ട് ലാവണ്യ സ്വയം പറഞ്ഞു. മുറുമുറുപ്പുകൾ ശക്തമായി. ഗാഠമായിട്ട് സിദ്ധാർത്ഥ ഇങ്ങനെ നീലിമയെ ചുംബിക്കുന്നതും കണ്ടുകൊണ്ടതിന് എല്ലാവർക്കും അതൊരു അത്ഭുതമായി. ആളുകൾ ഇങ്ങനെ പരസ്പരം ഓരോന്ന് പറയാൻ തുടങ്ങി. എന്തായാലും ആ പെൺകുട്ടിക്കും സിദ്ധാർത്ഥിനും ഇടയിലുള്ളത് സാധാരണ ഒരു പ്രണയമൊന്നുമല്ല. ആ കാര്യം പിന്നെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഉറപ്പായി. നീലിമയ്ക്ക് അവന്റെ കൈകളിൽ നിന്ന് പിടിഞ്ഞു മാറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ആളുകൾക്കിടയിൽ അവൾ എങ്ങാനും അങ്ങനെ ചെയ്താൽ പിന്നെ അത് സിദ്ധാർത്ഥിന് അപമാനമാവുമോ എന്ന് അവൾ ചിന്തിച്ചു. അവളുടെ തളർന്ന ദേഹം അവനോട് അമരുമ്പോൾ സിദ്ധാർത്ഥ് തന്റെ ചുംബനം നിർത്തിക്കൊണ്ടതിനെ അവന്റെ തള്ളവിരൽ കൊണ്ടതിനെ അവളുടെ അതിരങ്ങൾ അമർത്തി തുളച്ചു. അതിനുശേഷം തല ഉയർത്തിക്കൊണ്ടതിനെ സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ കുറേയധികം റോസാപ്പൂക്കൾ അവരുടെ മേലേക്കൊഴിഞ്ഞു. വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ത്രില്ല് അടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അത്രയും നേരം ലാവണ്യെ മാത്രം നോക്കിയിരിക്കുന്ന അധികൃതർ പോലും ഈ ഒരു കാഴ്ച കണ്ടിട്ട് അസൂയപ്പെട്ടു. പക്ഷേ ആ സമയത്തും നീലിമ മാത്രം ഭയത്തിലായിരുന്നു. അവിടെ നിന്നും ഓടിപ്പോകണോ അതോ സിദ്ധാർത്ഥിലേക്ക് തന്നെ ഒതുങ്ങി കൂടണോ എന്നറിയാതെ അവൾ ആകെ പകച്ചു നിന്നു. അവിടെയുള്ള ആൾക്കാരുടെ മനസ്സൊക്കെ പലവിധ ചിന്തകളാൽ അസ്വസ്ഥനായിരുന്നു. പക്ഷേ അവരാരും സിദ്ധാർത്ഥിനെ ചോദ്യം ചെയ്യാനോ ഗോസിപ്പ് പറയാനൊന്നും ധൈര്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ ആകർഷണ നീലിമയാണെങ്കിൽ പോലും അവൾ തനിക്ക് നേരെ കൊഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു പൂക്കളിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ലൈറ്റ് അങ്ങ് ഓഫായി. അതോടുകൂടി തന്നെ വീണ്ടും അവർ പവർ കട്ട് സംഭവിക്കുകയാണെന്നുള്ള കാര്യം അവിടെയുള്ളവർക്ക് എല്ലാവർക്കും തോന്നി. പക്ഷേ സിദ്ധുവിന് നീലിമയ്ക്ക് മുന്നിൽ സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞതോടുകൂടി തന്നെ ഇവിടെ മറ്റെന്തോ സംഭവിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ആ വെളുത്ത പ്രകാശം നീലിമയ്ക്ക് നേരെ വന്നപ്പോഴേക്കും അവൾ നല്ല സുന്ദരിയായ ഒരു മാലാഖയെ പോലെ തിളങ്ങി. സാധാരണയിൽ സാധാരണമായ ഒരു വസ്ത്രം മാത്രമാണ് നീലിമ അണിഞ്ഞതെങ്കിൽ പോലും അതിലും അവൾ നന്നായിട്ട് ജ്വലിച്ചിരുന്നു. സിദ്ധാർത്ഥ് ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ അവളെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. അവൾ അത്ഭുതത്തോടുകൂടി തന്നെ കണ്ണുകൾ തുറന്നു നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. നീലിമ, ഐ ലവ് യു ആൻഡ് ഐ ഹോപ്പ് യു ക്യാൻ മാരി മീ. പ്രണയാർദ്രമായ ഭാവത്തിൽ അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് നിന്നവരെല്ലാം തന്നെ വിശ്വസിക്കാനാവാതെ കണ്ണു തുറച്ചു നോക്കി നിന്നു. കുറെ പേർ തിടുക്കത്തിൽ ആ കാഴ്ചകളെല്ലാം തന്നെ തന്റെ ഫോണിലേക്ക് പകർത്തി. എന്നാൽ ഇത്രയധികം റൊമാൻറ്റിക് ആയിരുന്നു സിദ്ധാർത്ഥ്. ഇത് ശരിക്കും എട്ടാം ലോക മഹായുദ്ധം തന്നെ. മീഡിയയ്ക്ക് ഏതായാലും ഇതൊരു സെൻസേഷണൽ ന്യൂസ് തന്നെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ലാവണ്യമായിട്ടുള്ള എൻഗേജ്മെന്റ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമയത്ത് നീലിമയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അവന്റെ ഭാഗത്തു നിന്നും അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ അവൾ അറിയാതെ ഒരു തിളക്കം മിന്നിമാഞ്ഞു. സിദ്ധാർത്ഥ് പറയുന്നത്, നീലിമ, ഇതത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നെനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഇത്രയും ആൾക്കാർക്ക് മുന്നിലാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. ആൻഡ് ടെൽ മീ, വിൽ യു മാരി മീ? പ്രണയാർദ്രമായിട്ടുള്ള സിദ്ധാർത്ഥിന്റെ സ്വരം നീലിമയുടെ ഹൃദയ ഭിത്തിലേക്ക് തട്ടിത്തെറിപ്പിച്ചു. അവൾ ഉമിനീരിറക്കി. സ്വയം നിയന്ത്രിക്കാനാവാതെ അവൾ കണ്ണുകൾ മുറുക്കി ചിമ്മി. അപ്പോഴേക്കും പ്രോമിസ് ഹിം എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ആരവം അവളുടെ കാതുകളിലേക്ക് നുഴഞ്ഞു കയറി. പുഞ്ചിരിയോട് കൂടെ തന്നെ നീലിമ തനിക്ക് മുന്നിൽ നിൽക്കുന്ന അവനെ നിസ്സഹായതയോടുകൂടെ നോക്കി. ഇത്രയും ആൾക്കാർക്കിടയിൽ നീലിമ ഒരിക്കലും തന്നെ നിരസിക്കില്ല എന്ന ആത്മവിശ്വാസം സിദ്ധാർത്ഥിന്റെ കണ്ണിൽ തെളിഞ്ഞിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥ നീലിമയെ പ്രപ്പോസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.